IPL ടീമിന്റെ പേര് പറഞ്ഞാലും നമ്മൾ ഇന്ത്യക്കാർ സ്നേഹിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ട്, രോഹിത് ശർമ്മ. ഇപ്പോൾ ഒരു ഫോർമാറ്റിൽ നിന്നുകൂടി അദ്ദേഹം റിട്ടയർമെന്റ് എടുത്തിരിക്കുന്നു. ഈ റിട്ടയർമെന്റ് ന്യൂസ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കരിയറിന്റെ എൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു ക്യാപ്റ്റൻ അല്ലായിരുന്നു രോഹിത് ശർമ്മ എന്ന് തോന്നി. അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു യാത്രയയപ്പ് ഇന്ത്യക്ക് കടമായി എന്നും കിടക്കും. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ഒഴികെ ആർക്കാണ് നല്ലൊരു ഫെയർവെൽ മാച്ച് കിട്ടിയിരിക്കുന്നത്? ആരെയാണ് അവർക്ക് വേണ്ട അന്തസ് നൽകി പറഞ്ഞയച്ചിരിക്കുന്നത്? ബംഗാൾ ടൈഗർ അല്ലെങ്കിൽ ദാദ എന്നറിയപ്പെടുന്ന സൗരവ് ഗാംഗുലി. ഇന്ത്യൻ ക്രിക്കറ്റ് വീണ് കിടന്ന സമയത്ത് അതിനെ ഉയർത്തി പൊക്കിയെടുത്ത് താങ്ങി നടത്തിയവനാണ് ഗാംഗുലി. അദ്ദേഹത്തോട് എന്താണ് BCCI ചെയ്തത്? 2008 ഓസ്ട്രേലിയയുമായിട്ട് നടന്ന 4ാമത്തെ ടെസ്റ്റിലാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അന്നത്തെ ക്യാപ്റ്റനായിരുന്ന ധോനി അദ്ദേഹത്തെ ബഹുമാനിച്ചു. ടെസ്റ്റ് മാച്ചിന്റെ അവസാനത്തെ സെക്ഷൻ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ധോനിയുടെ കയ്യിൽ നിന്നെടുത്ത ക്യാപ്റ്റൻസി ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് ആസ്വദിച്ചു. അതിനുശേഷം ഒന്നും മിണ്ടാതെ ഉരിയാടാതെ പടിയിറങ്ങി. ഇനിയുള്ളത് രാഹുൽ ദ്രാവിഡ്. 10 വർഷത്തോളം ഇന്ത്യയുടെ വൻമതിൽ എന്നറിയപ്പെട്ട് ഇന്ത്യയുടെ നെടുന്തൂണായി നിന്ന രാഹുൽ ദ്രാവിഡ് ഇറങ്ങിപ്പോയത് യാതൊരുവിധ പൊടിപ്പും തൊങ്ങലുകളും ഇല്ലാതെ. ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ഞാൻ റിട്ടയർഡ് ആകുകയാണ്. തന്റെ കൂടെ ഉണ്ടെന്ന് പറയപ്പെട്ട BCCI അദ്ദേഹത്തിന് നൽകിയത് മൗനമായ യാത്രയിൽ. ഇനിയുള്ളത് ഇന്ത്യ കണ്ട ലെജൻഡറി ബോളേഴ്സിൽ ഒരാളായ അനിൽ കുംബ്ലെ. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തയാൾ. 2008 ഒരു ആസ്ട്രേലിയൻ സീരീസിലായിരുന്നു ആ സംഭവം. ആ ടെസ്റ്റിൽ തന്നെ ഹാഫ് വേ ത്രൂ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇനിയുള്ളത് ഇന്ത്യയുടെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ക്യാപ്റ്റൻ MS ധോനി. അദ്ദേഹം റിട്ടയർഡ് ആവുന്നത് 2014 മെൽബണിൽ വെച്ച് നടന്ന ആസ്ട്രേലിയൻ ടെസ്റ്റ് സീരീസിലാണ്. 4ാമത്തെ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് നടത്തി, ഞാൻ റിട്ടയർഡ് ആവുകയാണ്. കരിയർ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആ നായകൻ പടിയിറങ്ങുമ്പോൾ BCCI തിരിച്ചു കൊടുത്തത് ഒരു മൗനം മാത്രം. വിരാട് കോഹ്ലി, ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പേരെടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വന്തം തീരുമാനത്തിൽ എടുത്ത റിട്ടയർമെന്റ് പോലുമല്ല, അദ്ദേഹത്തെ എടുത്തെറിയുകയായിരുന്നു ക്യാപ്റ്റൻസിയിൽ നിന്ന്. അന്ന് അതിന് കാരണമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ കപ്പുകൾ കൊണ്ടുവന്നില്ല എന്നുള്ളതായിരുന്നു. അവിടെ വിരാട് കോഹ്ലി ക്യാപ്റ്റൻസിയുടെ തൊപ്പി അഴിച്ചു വെക്കുമ്പോൾ ഒരു ഒഫീഷ്യൽ ട്രിബ്യൂട്ട് BCCIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇങ്ങനെ പോകുന്നു BCCI കാണിച്ച നന്ദിയില്ലായ്മയുടെ ചരിത്രം. BCCIയുടെ മുമ്പിൽ നിങ്ങളുടെ റെക്കോർഡ്സ്, നിങ്ങളുടെ നേട്ടങ്ങൾ, ഇതൊന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യില്ല. നിങ്ങളെ ഇന്ന് അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് നാളെ നിങ്ങളുടെ വീഴ്ചയിൽ ചവിട്ടി മെതിക്കാൻ വേണ്ടിയാണ്.